ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിലൂസ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളി ഒരു മട്ടൺ ലിവർ വരട്ടിയതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ മാത്രമേ ഞാനിനി വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിതിനാവശ്യമായിട്ടുള്ളത് 1/2 കിലോ മട്ടൺ ലിവറാണ്. നന്നായിട്ട് വിനിഗർ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചതാണിത്. പിന്നെ വേണ്ടത് ഒരു 10 ചെറിയുള്ളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയുമാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്. ഇത് പെരിഞ്ജീരകവും കുരുമുളകും കൂടി ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്, അതൊരു വലിയ സ്പൂണ് വേണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും 3 പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടൺ ലിവറിനകത്തേക്ക് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മല്ലിപ്പൊടി ഇപ്പം ചേർക്കുന്നില്ല, ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് പൊടിയും മാത്രമേ ഇപ്പം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മട്ടൺ ലിവർ ഞാൻ പറഞ്ഞല്ലോ, നന്നായിട്ട് വിനിഗറൊക്കെ ഒഴിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ചേർത്തിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പ് പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതൊന്ന് ഒരു മണിക്കൂറോ അരമണിക്കൂറോ ഒക്കെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് നമ്മൾ നന്നായിട്ട് അതിൻ്റെ എരിവൊക്കെ പിടിച്ചിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്കറിയാം, മട്ടൺ ലിവർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. അതിൽ ധാരാളമായിട്ട് വൈറ്റമിൻ ബി, വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ ഇതൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ധാരാളമായിട്ട് അയേൺ അടങ്ങിയിട്ടുണ്ട്, കോപ്പർ, മഗ്നീഷ്യം എല്ലാം ഇതിനകത്ത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അയേണൊക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മൾ സ്ത്രീകൾക്കൊക്കെ, പ്രത്യേകിച്ച് അനീമിക് ആയിട്ടുള്ളവർക്കൊക്കെ അത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അനീമിക് ആയിട്ടുള്ളവർക്ക് നല്ല, എല്ലാവർക്കും കഴിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഹീമോഗ്ലോബിൻ്റെ ഒക്കെ കുറവുള്ളവർക്കാണെങ്കിൽ ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഡയറ്റിൻ്റെ ഭാഗമാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതാ ഒരു അരമണിക്കൂറൊക്കെ ഞാൻ ഈ മട്ടൺ ലിവർ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട്, ഉരുളിയോ ഒരു ചീനച്ചട്ടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, അലൂമിനിയത്തിൻ്റെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല ഇതിനകത്തേക്ക്, ഉപ്പ് ചേർക്കാണ്ടാണ് നമ്മൾ ഈ ഉള്ളി വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയുള്ളിയാണ് ഈ മട്ടൺ ലിവറൊക്കെ ഉണ്ടാക്കാനായിട്ട് സൂപ്പറായിട്ടുള്ളത്. സവാളേനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ചെറിയുള്ളിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി 4 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ല എരിവുള്ളതായതുകൊണ്ട് 4 എണ്ണമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ അതിന് ശേഷം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ പകുതി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ മട്ടൻ്റെ ഇതിനകത്ത് ഓൾറെഡി മിക്സ് ചെയ്ത് അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചേർക്കേണ്ടത് നമ്മളെ പെരിഞ്ജീരകവും കുരുമുളകും പൊടിച്ചത് കുറച്ച് ഇപ്പം ചേർക്കണം. എന്നിട്ട് നമ്മൾ നോക്കിയതിന് ശേഷം എരിവ് നോക്കിയിട്ട് നമുക്ക് പിന്നീട് ചേർക്കാം. കുറച്ച് ഇപ്പം ചേർത്ത് കൊടുക്കണം, ഒരു പകുതി ഇപ്പം ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം, ഇപ്പോഴാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. കണ്ടില്ലേ, നമ്മൾ പെരിഞ്ജീരകം കുരുമുളകും പൊടിച്ചതാണ്, അതിപ്പോഴാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ എരിവ് നോക്കിയിട്ട് ശേഷം മാത്രം നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. നമ്മൾ മട്ടൺ ലിവറൊക്കെ കുക്കായി വന്നതിന് ശേഷം നമ്മളൊന്ന് എരിവ് നോക്കുമല്ലോ, അപ്പോൾ ഇങ്ങനെ എരിവിൻ്റെ പാകം നോക്കിയിട്ട് നമുക്ക് ആ സമയത്ത് ബാക്കി ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ മട്ടൺ ലിവർ ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ മസാലയൊക്കെ ഈ ഉള്ളിനകത്തും ഒക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൺ ലിവർ വരട്ടിയതാണിത്. നിങ്ങളിതൊരു പ്രാവശ്യം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിത് അടച്ച് വെച്ച് ഒരു ഏകദേശം കുറച്ച് നേരം ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ആദ്യം കുറച്ച് വെള്ളം ഇറങ്ങി വരും. അതിനുശേഷം നോക്കിയിട്ട് നമ്മൾ കുക്കാവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മളിൽ ചേർത്ത് കൊടുത്തിട്ട് ലാസ്റ്റ് നമ്മളത് വേവിച്ചതിന് ശേഷം ഇതുപോലെ വറ്റിച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ
കുറച്ച് വെള്ളം നിന്നോട്ടെ. എല്ലാം ഇനി വേണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് നമുക്ക് വരട്ടിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മുളകൊക്കെ നോക്കിയപ്പോൾ നല്ല കറക്റ്റാണ്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് കുരുമുളകൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് നല്ല എരിവുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഇനി കുരുമുളകൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് നമ്മൾ കുറച്ച് ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ അതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ഇതുപോലെ ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും നമ്മളെ ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പം നമുക്ക് ഇതിലും നല്ല മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ സീ യു. താങ്ക്സ് ഫോർ വാച്ചിങ്.